കേരളം ചരിത്രാതീത കാലം മുതൽ തന്നെ പ്രസിദ്ധമായ ദേശം, ദൈവത്തിന്റെ സ്വന്തം നാട്. വിദേശീയർ സുഗന്ധവ്യഞ്ജനങ്ങൾ തേടി ഈ നാട്ടിലേക്ക് പണ്ടുകാലം മുതൽ തന്നെ വന്നെത്തിയിരുന്നു. നവോത്ഥാന പ്രസ്ഥാനത്തിലൂടെ വികസിച്ച കേരള സമൂഹം 1956 ഭാഷാടിസ്ഥാനത്തിൽ ഒരു സംസ്ഥാനമായി മാറി. കേരള തനിമ എന്നത് നമ്മുടെ പച്ചപ്പുകളും മലനിരകളും കാടും കാട്ടരുവികളും കായലുകളും പുഴകളുമാണ്. കൂടാതെ ഒരു ജനതയും അവരുടെ വൈവിധ്യമാർന്ന സംസ്കാരവുമാണ്. അതിലുപരിയായി നമ്മുടെ ആയോധന കലകൾ, അനുഷ്ഠാന കലകളായ തെയ്യം, തിരുവാതിര, കഥകളി ഉൾപ്പെടെയുള്ള മഹത്തായ ക്ലാസിക് കലകൾ, തൃശൂർ പൂരവും, സമത്വത്തിന്റെ പ്രതീകമായ ഓണം, എല്ലാ ഐശ്വര്യവും ഒത്തുചേർന്ന ഈ മാമല നാട്ടിൽ അതിന്റെ സാംസ്കാരിക തനിമയും പ്രശസ്തിയും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഹരിതഭംഗിയേറെയുള്ള കേരളത്തിൽ അവശ്യം കണ്ടിരിക്കേണ്ട കുറേ സ്ഥലങ്ങളുണ്ട്. അവയിൽ ശ്രദ്ധേയങ്ങളായ പലതും ഭക്തിയിലധിഷ്ഠിതമായ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ്. തൊടിക്കളം ശിവക്ഷേത്രം ചരിത്രപ്രസിദ്ധമായ ചുവർച്ചിത്രങ്ങളാൽ സമ്പന്നമാണ്. ഇവയെല്ലാം ചരിത്രബോധത്തോടെ കാത്തു സൂക്ഷിക്കുന്നില്ലെങ്കിൽ എത്ര കാലം നിലനിൽക്കും? പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച പറശ്ശിനി പുഴയോരത്താണ് മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം. ഇവിടെ സൗജന്യ ഭക്ഷണവും താമസവും ലഭ്യമാണ്. തിങ്കൾ മുതൽ വെള്ളി വരെയിൽ ഒരു 6000 ആളോളം ഉണ്ടായില്ല. ശനി ഞാൻ കൂടുതലുണ്ട്, ഒരു 30-35 അങ്ങനെ ഇവിടെ വർക്ക് ചെയ്ത അങ്ങനെ. ഇതിന് സമീപത്തായി സ്നേക്ക് പാർക്കും സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന വിസ്മയ പാർക്കും സ്ഥിതി ചെയ്യുന്നു. പറശ്ശിനിക്കടവിൽ ഉല്ലാസ ബോട്ടും ജലഗതാഗത വകുപ്പിന്റെ യാത്രാ ബോട്ടും സർവീസ് നടത്തുന്നു. യാത്രാ ബോട്ടിൽ എല്ലാവിധ സുരക്ഷാ സംവിധാനങ്ങളും പുഴയ്ക്ക് കോസ്റ്റൽ പോലീസിന്റെ സംരക്ഷണവും ലഭിക്കുന്നുണ്ട്. കായൽ തുരുത്തുകളും കേരനിരകളും കണ്ടൽക്കാടുകളും നിറഞ്ഞ വളവട്ടണം പുഴയിലൂടെ ചിലവ് കുറഞ്ഞ രീതിയിൽ മനോഹരമായ യാത്ര ആസ്വദിക്കാവുന്നതാണ്. പുഴയിൽ നടക്കുന്ന മണൽവാരൽ മനോഹരങ്ങളായ തുരുത്തുകൾക്ക് ഭീഷണിയാവുന്നുണ്ട്. ടൂറിസ്റ്റുകൾ കേരളത്തിൽ വരുമ്പോൾ കാണേണ്ട പ്രധാന ചരിത്ര സ്മാരകങ്ങളാണ് കണ്ണൂർ സെന്റ് ആഞ്ചലോസ് കോട്ട, ബേക്കൽ കോട്ട, തലശ്ശേരി കോട്ട. തലശ്ശേരി കോട്ടയുടെ തൊട്ടടുത്തായി മലബാറിലെ ആദ്യ ചർച്ചായ ഇംഗ്ലീഷ് പള്ളി സ്ഥിതി ചെയ്യുന്നു. മലബാറിലെ ആധുനിക വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ച എഡ്വേർഡ് ബ്രണ്ണന്റെ ശവകുടീരം അധികൃതരാൽ അവഗണിക്കപ്പെട്ട് സംസ്കാരബോധമില്ലാത്ത വികസന കാഴ്ചയായി നിൽക്കുന്നു. അതുപോലെ പ്രമുഖരായ പല വിദേശീയരും അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ സ്ഥലം കാടുമൂടി കിടക്കുകയാണ്. മലയാളത്തിലെ ആദ്യ നിഘണ്ടു തയ്യാറാക്കിയ ഹെർമൻ ഗുണ്ടർട്ടിന്റെ ഓർമ്മയ്ക്കായി പണികഴിപ്പിച്ച ശില്പം തലശ്ശേരി സ്റ്റേഡിയത്തിനു മുമ്പിൽ നോക്കുകുത്തി പോലെ നിലകൊള്ളുന്നു. മുഴപ്പിലങ്ങാട് ബീച്ച്
ഏഷ്യയിലെ ഏറ്റവും വലിയ ഡ്രൈവിംഗ് ബീച്ചായ മുഴപ്പിലങ്ങാട് 6 കിലോമീറ്ററോളം പരന്നു കിടക്കും. വിവിധയിനം ദേശാടന പക്ഷികളെയും ഇവിടെ കാണാറുണ്ട്. മലിനീകരണം ഈ ബീച്ചിന്റെ ഒരു ശാപമാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കറപ്പത്തോട്ടം സ്ഥിതി ചെയ്തിരുന്ന അഞ്ചരക്കണ്ടിയിൽ കണ്ണൂർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലും സ്മാരകമെന്നോണം ചില കറപ്പ കുറ്റികളും മാത്രമാണ് അവശേഷിക്കുന്നത്. ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന ഒരിടവുമായിരുന്നു. ഇവിടെ മനോഹരമായൊരു ഉദ്യാനവും ഒരുക്കിയിരുന്നു. കാലവർഷക്കെടുതിയും അധികൃതരുടെ അനാസ്ഥയും കാരണം അവഗണിക്കപ്പെട്ടു പോകുന്ന എത്രയെത്ര പുരാവസ്തുക്കൾ, എത്രയെത്ര ചരിത്ര സ്മാരകങ്ങൾ. സ്വദേശീയരുമായ സഞ്ചാരികളെ നിരനിരയായി നിൽക്കുന്ന കേരവൃക്ഷങ്ങളും തോടുകളും പുഴകളും കായലുകളും നശിപ്പിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു.